ഹായ് ഗൈസ്, ഞങ്ങളൊരു ഭയങ്കര റാൻഡംലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് റാൻഡം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കിതൊരു നമ്മുടെ പബ്ലിക്കിനോട് ഞങ്ങൾക്ക് ഇത് സംസാരിച്ചുകൂടാ, അങ്ങനെ ഒരു തോട്ട് ഞങ്ങളുടെ മൈൻഡിൽ വന്നപ്പം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഞങ്ങളൊരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ വന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരുമിച്ചുള്ളത് ആശിഷ് ഉണ്ട്, അതുപോലെ തന്നെ കിളി ബ്രോ, എൻ്റെ പേര് സഫാൻ എന്നാണ്. അപ്പം ഞങ്ങളത് എന്താ പറയാ, അതായത് വളരെ റാൻഡംലി ഞങ്ങൾ പല സമയങ്ങളിലിരുന്ന് സംസാരിക്കുന്ന ഈവൻ കിളിബ്രോ ആണെങ്കിൽ പോലും പല രീതിയിൽ സംസാരിച്ച സമയത്ത് ടെക് സൈഡ് ആണെങ്കിലും ഫൈനാൻസ് സൈഡ് ആണെങ്കിലും അബൌട്ട് ബിസിനസ് എവറിത്തിങ് സംവെയർ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ഒരു പോഡ്കാസ്റ്റ് ത്രൂ പബ്ലിക്കിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളതാണ് ഇന്ന് ഇരുന്നുള്ള ഒരു പോഡ്കാസ്റ്റിനുള്ള ഒരു കാരണം തന്നെ. ആൻഡ് വി ഹാവ് നമ്മുടെ സെലിബ്രിറ്റി കിളിബ്രോ വിത്ത് us. അല്ല, എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് സെലിബ്രിറ്റി ആണല്ലോ അല്ലേ. അപ്പം കിളിബ്രോ, ഞാനിപ്പം ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ ആണ് പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്തതാണോ, അല്ല ഈ റാൻഡംലി ടെക് എന്നുള്ളൊരു ലെവലിലേക്ക് പോകാനുള്ള ഒരു കാരണം? ഇനീഷ്യലി ഞാൻ 5 വർഷത്തിന് മുന്നെയാണ് തുടങ്ങുന്നത്. ഓക്കെ, 5 വർഷം. അപ്പം തുടങ്ങുന്ന സമയത്ത് ആൾക്കാരിലേക്ക് എങ്ങനെയും പുതിയ ഇൻഫർമേഷൻസ് എത്തിക്കുക, എന്നെ കൊണ്ടൊരു 10 പേർക്കെങ്കിലും ഉപകാരം, എൻ്റെ വീഡിയോ 1000 പേര് 10,000 പേര് 1,00,000 പേര് കാണും എന്നുള്ള പെർസ്പെക്റ്റീവ് അല്ല, കാണുന്ന ഒരു 5 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് ഉപകാരം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അൽഗോരിതം ചേഞ്ച് ആയി, ഇപ്പം ആൾക്കാർക്ക് ഹുക്കുള്ള സാധനങ്ങൾ കണ്ടാൽ മതി. പിന്നെ യൂട്യൂബിൽ കുറച്ചുകൂടെ ആവശ്യക്കാർ വന്ന് കാണും, കുറേ പേര് അതിനകത്ത് കുറച്ച് കമൻറ്റ് ചെയ്യും, ചേട്ടാ ഇത് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ബ്രോ ഇത് യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷം. അതാണ് മോട്ടിവേഷൻ. അതാണ് ഈ 5 വർഷം ഗോ ത്രൂ ചെയ്ത് 5 വർഷത്തെ ജേർണി മുന്നിലേക്ക് വരുന്നത് അല്ലേ. ആൻഡ് എനി ഫ്യൂച്ചർ പ്ലാൻസ്, അല്ലെങ്കിൽ ഇതിന് എങ്ങനെയെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും? എനിക്ക് സ്വന്തമായിട്ടൊരു പോഡ്കാസ്റ്റ് ഓൺ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കുറേ നാളായിട്ട് ആഗ്രഹമുള്ള കാര്യമാണ്. അത് വെറുതെ ഒരു പോഡ്കാസ്റ്റ് അല്ല, മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അശ്വിനോട് പറഞ്ഞിട്ടുണ്ട് ഓൺ ചെയ്യുമ്പോൾ മൊത്തം പബ്ലിക്കിന് എത്തുന്ന പോലെ. അതാണല്ലോ അതിൻ്റെ ഒരു സർപ്രൈസ് എലമെന്റ് അല്ലേ. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് സഫ്വാൻ, ഫൈനാൻസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെയിൽസിലേക്ക് വരാനുള്ള? ഞാൻ ഫസ്റ്റ് ഫൈനാൻസിന്റെ കേസ് ഞാൻ സംസാരിച്ചോണം. കാരണം ഫൈനാൻസ് എന്ന സെഗ്മെന്റിൽ ഞാൻ വരാനുള്ള ഞാൻ സ്റ്റാർട്ട് ചെയ്ത അറൗണ്ട് ഒരു 4 ഇയേഴ്സിന്റെ മുകളിലായി ഞാൻ ഈ ഫൈനാൻസ് മേഖല ടച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയില്ല, അതായത് എന്താണ് ഫൈനാൻസ്. ഒരു ലെറ്റ്സ് സേ ഇപ്പം എന്താ റാൻഡംലി പറയാം, ഒരു 10 രൂപ കിട്ടി എങ്ങനെ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. ഇപ്പം ഈവൻ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ഞാനൊരു +2 പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരനെ സംബന്ധിച്ചും അറൗണ്ട് ഒരു 3 CR വീട് പുള്ളിക്കാർ രണ്ടുപേരും, അതായത് 2 പേരും ടീച്ചേഴ്സാണ്, അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചും ഇവരുടെ സാലറിയുടെ ഒരു 90% ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ EMI റീപേയ്മെന്റ് ആണ്. അത് ഞാൻ ചോദിച്ച സമയത്ത് 20 ഇയേഴ്സ് ഉണ്ട് അവർക്ക് ഇത് റീപേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരുടെ കരിയറിൻ്റെ ഒരു നല്ലൊരു പദം വെച്ചാൽ അവരൊരു ഗോൾഡൻ ഇയേഴ്സ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ സമയത്ത് കേട്ട അത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ഞങ്ങളൊരു ക്ലാസ്സിൽ ഞങ്ങൾ അസംബ്ലി നടക്കുന്ന സമയത്ത് പുള്ളിക്കാരത്ത് ഭയങ്കര പ്രൗഡായിട്ട് ഞങ്ങളോട് പറയാം. ഞാനും ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ലയബിലിറ്റി എന്താണ്, അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നമ്മുടെ ഒരു പബ്ലിക് ഓഡിയൻസിന്, ഈവൻ നമ്മുടെ പാരന്റ്സിനാണെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എഡ്യൂക്കേഷൻ, ആൾക്കാർക്ക് നോളജ് ഉണ്ട്. അതായത് പുള്ളിക്കാരത്ത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് രണ്ടുപേർക്കും, പക്ഷേ ഇത്രയും വലിയൊരു ഡെപ്റ്റിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ആ ഒരു സാധനം കേട്ടപ്പോഴാണ് എല്ലാവരും ഭയങ്കര അതിൻ്റെ ഒരു പോസിറ്റീവ് വശം തിങ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ നെഗറ്റീവ്സ് നോക്കി. കാരണം 20 വർഷം കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തി രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പം അപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് ആൾക്കാർക്കില്ല. ഈവൻ നമ്മുടെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിന് ഒരു ഇതില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫൈനാൻസിലോട്ട് വരുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു ഫൈനാൻസിൻ്റെ ഒരു 4 ഇയേഴ്സിന്. അപ്പം ഇത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവ്സ് കാര്യങ്ങൾക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് ഇതിനെ പ്രോപ്പർ അറിയുന്നില്ല. കാരണം ഒരു 4 ഇയേഴ്സ് ബാക്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ നോളജ് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണ് എൻ്റെ ഫൈനാൻസ് ടൈമിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആശിഷിനെ സംബന്ധിച്ചിടത്തോളം ആശിഷ് എനിക്ക് തോന്നുന്നു നമ്മളൊരു സെയിം ടൈമിലാണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഞാൻ എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കരിയറിൽ ഞാൻ സ്വിച്ച് ചെയ്തിട്ടാണ് ഡയറക്ട്ലി ഫൈനാൻസ് ആൻഡ് സെയിൽസ് എന്നുള്ളൊരു മേഖലയിലേക്ക് വരുന്നത്. അപ്പം ടു ബി ഓണസ്റ്റ് ഞാൻ സെയിൽസിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചുകൂടെ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ രണ്ടുപേരും ടെക്കിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ച് സംസാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള പലരും, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഈ പറയുന്ന ഓട്ടോമോട്ടീവ് സെയിൽസ്, അതായത് നമ്മുടെ കാറിൻ്റെ സെയിൽസ് കാര്യങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് തന്നെ
അവിടെ ജോലിക്കായിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു സാധനമാണ് സെയിൽസ് എനിക്ക് വേണ്ട, സെയിൽസ് ആർക്കും ഒന്നിനും പറ്റാത്തവർ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു എന്നായിരുന്നു പേഴ്സണലി ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ പോയിന്റ് സെയിൽസിനെ കുറിച്ച്, അതായത് ഈ പറയുന്ന പോലെ തന്നെ എഞ്ചിനീയറിംഗ് കരിയറിൽ നിന്ന് ട്രേഡിങ്ങിലേക്കും ഫൈനാൻസിലേക്കും ഈ പറയുന്ന പോലെ സഫം പറഞ്ഞതുപോലെ തന്നെ പല പോയിന്റിലും ഈ റിയലൈസേഷൻസ് വന്ന് തിരിഞ്ഞതിന് ശേഷം ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ച സമയത്ത് സെയിൽസ് ആണ് ബിസിനസ്സിൻ്റെ ഒരു വലിയൊരു പാർട്ട്. അതായത് സെയിൽസ് ഉണ്ടെങ്കിലേ ബിസിനസ് ഉള്ളൂ. അതായത് സെയിൽസിൻ്റെ ഒരു വേറൊരു ഡയമെൻഷൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ഓഡിയൻസ് സെയിൽസിനെ വളരെ മോശമായി, ഒരു സെയിൽസ് പേഴ്സണെ വളരെ മോശമായി കാണുന്നിടത്ത് നമ്മൾ സംസാരിക്കുന്ന വലിയ വലിയ CEOs ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്പിറേഷണൽ പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ പോലും സെയിൽസ് ത്രൂ ആണ് അവർ ഈ പറയുന്ന കരിയർ ജേണി മുന്നിലേക്ക് പോയതെന്ന് മനസ്സിലാക്കിയതും അതിന് അങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതും അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതും എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ജേണിയിലാണ് ഈ പറയുന്നത് പോലെ ഫൈനാൻസ് ആൻഡ് സെയിൽസ് ആൻഡ് ബിസിനസ് ഒരുമിച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ ബിസിനസ്മാനും ഒരു സെയിൽസ്മാൻ ആണ്. എക്സാക്ട്ലി. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം, സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു സെയിൽസ്മാൻ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ പറ്റും. അതിന് ഈ പറയുന്ന പോലെ യാതൊരു ബാരിയറും ഇല്ല. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ബെനിഫിറ്റ് നമ്മളും വാങ്ങുന്നു, അത്ര മാത്രമേ സെയിൽസിലുള്ളൂ. അത് തന്നെയാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിനയാൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് കൊണ്ട് അയാളുടെ അടുത്ത് നമ്മൾ ഈ പറയുന്ന റവന്യൂ തിരിച്ചു വാങ്ങുന്നു. ഇത് തന്നെയാണ് സെയിൽസും, ഇത് തന്നെയാണ് ബിസിനസ്സും. സോ രണ്ടും വളരെ സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ സ്കെയിലബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അത്രയും വലുതാണ് സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഈവൻ കിലിബ്രോ പറഞ്ഞു യു വോണ്ട് ടു സ്റ്റാർട്ട് എ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവുന്നല്ല, സ്വന്തമായിട്ടൊന്ന് തുടങ്ങുക എന്ന് വിചാരിക്കുന്ന കിലിബ്രോയും ആക്ച്വലി ഒരു സെയിൽസ് പേഴ്സൺ ആണ്. ഈ സെല്ലിംഗ് വാട്ട് ഹി ഹാസ്. അതായത് കിലിബ്രോ ഇത്രയും നാൾ അക്വയർ ചെയ്ത നോളേജ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ജേണി ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പൊ അത് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ കാണുകയും അതിന്റെ വലിയൊരു ഡയമെൻഷൻ ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യേണ്ട സമയം സത്യം പറഞ്ഞാൽ അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പലരും അത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് മനസ്സിലായിടത്തോളം ഒരു വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ 9 to 5 ലൂപ്പിലാണ്. ഇപ്പം അവര് ഇതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നത് തന്നെ വർഷങ്ങൾക്ക് അപ്പുറത്തേക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി. കിലിബ്രോയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുള്ള ആൾക്കാരിൽ വലിയൊരു ഭൂരിപക്ഷം അങ്ങനെയാണെന്നുള്ളത്? അങ്ങനെ തന്നെയാണ്. ഈവൻ ഇല്ല കുഴപ്പമില്ല, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ. ഓക്കെ, ഞാൻ ആഷിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിച്ചു. ഇപ്പം എനിക്ക് കുറെ പ്രൊമോഷൻസിന്റെ കുറെ സംഭവങ്ങൾ വരാറുണ്ട്. ഇപ്പം ഓബ്വിയസ്ലി ഞാൻ എന്നെ തന്നെയാണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പം എന്റെ കാര്യങ്ങൾ അവർ പറയണം, എന്റെ പ്രൊമോഷൻസ് എനിക്ക് ക്ലിയർലി അങ്ങോട്ട് സംസാരിക്കാനുള്ള സംഭവമില്ല. ഈ സെയിൽസിന്റെ കാര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ്? നമുക്കിപ്പം സംസാരിക്കുക എന്നുള്ളത് സെയിൽസിനെ സംബന്ധിച്ച് വലിയൊരു സ്കില്ലാണ്. അതായത് അപ്പുറത്തുള്ള ഒരു വ്യക്തിയോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ മിസ്ജഡ്ജ് ചെയ്യും പലപ്പോഴും. കാര്യങ്ങൾ പറയുന്നതല്ല സംസാരം. നമുക്ക് എന്താണോ കൺവേ ചെയ്യാനുള്ളത് അതിനെ എക്സാക്ട്ലി എന്താണ്. ഇപ്പം കിലിബ്രോയ്ക്ക് സപ്പോസ് സഫാൻ ഒരു സ്പോൺസറാണ്, സഫാൻ കുറച്ച് ടേംസ് മുന്നിലേക്ക് വെച്ചു, കിലിബ്രോ അതിൽ അത്ര ഓക്കെ അല്ല. ആൻഡ് അപ്പുറത്തുള്ള ഒരാളെ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ നോ പറയാനും കിലിബ്രോയ്ക്ക് അങ്ങനെ പറ്റത്തില്ല. പൊളൈറ്റ് ആയിട്ട് അത് പറയണം എന്നുണ്ട്. അപ്പം കിലിബ്രോ ഒരു നോ പറയാതിരിക്കുന്നത് കൊണ്ട് അത് മേ ബി അയാൾ എസ് ആയിട്ട് കാണാം, സഫാൻ എന്ന് പറയുന്ന വ്യക്തി അത് എസ് ആയിട്ട് കാണാം. അത് മിസ്കമ്മ്യൂണിക്കേഷനാണ്. സെയിൽസിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം അതായത് സെയിൽസ് എന്നല്ല, നമ്മൾ ഏതൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അയാളോട് പറയാൻ പറ്റണം. അപ്പോൾ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ചിലപ്പം സോഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അത്രയും പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ക്ലിയർലി നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കാം. ചിലരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഹാൻഡൊക്കെ ഷിവർ ചെയ്യും ചിലർക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ, ഓപ്പൺ സ്റ്റേജിൽ സംസാരിക്കാൻ, പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അതായത് ചെറിയ ചെറിയ ട്വീക്സ്. ബിക്കോസ് നമ്മുടെ ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത് ഹോർമോൺസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ബേസിക്കലി നമ്മൾക്ക് ഈ പറയുന്ന ആങ്സൈറ്റി ബാക്കി കാര്യങ്ങൾ വരുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ അഡ്രിനാലിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. സോ ഇതിനെ ഡെസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ മൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ചില സെലിബ്രിറ്റീസ് ഓൺ സ്റ്റേജ് ക്രൗഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ സ്റ്റാൻഡപ്പ് കോമഡി ക്രൗഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഓൺ സ്റ്റേജ് കയറുന്നതിന് മുന്നേ വളരെ ആക്റ്റീവ്ലി പിന്നെ മറ്റൊന്ന് എന്താ പറയാ വാമപ്പ് ചെയ്യുന്ന നമ്മൾ കാണാം ചെയ്യുന്ന കാര്യം. അപ്പം ഈ പറയുന്ന വാമപ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ ബിൽഡ് ആയിട്ടുള്ള ഹോർമോൺസ് ഡിസിപ്പേറ്റഡ് ആവും. ബിക്കോസ് നമുക്ക് ബാക്കിയുള്ള മസിൽസിലേക്ക് അത് പോകണം. അപ്പം ബോഡി വർക്ക്സ് ലൈക്ക് എനി മെഷീൻ. നമ്മൾ ഈ പറയുന്ന എന്ത് മെഷീൻ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ എന്ത് ടെക്നോളജി ആണെങ്കിലും അത് ബയോമിമിക്കിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. നമുക്ക് ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പ്യോർലി ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കുക. ലൈക്ക് ഇതൊക്കെ ഒരു ബോഡി ഗസ്റ്റേഴ്സ് എന്നൊക്കെ പറയും. അപ്പം
പ്യുവർലി ഐ കോൺടാക്ട് എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആയിട്ട് അപ്പുറത്തേക്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ പറയുന്ന മൂവ്മെന്റ്സ് ഉണ്ടാക്കുക, അതായത് പബ്ലിക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ എന്താ ലൈക്ക് ഹാൻഡ് മൂവ്മെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, ഇതൊരു സൊല്യൂഷൻ എന്നല്ല, ബട്ട് ഇറ്റ്സ് എ ട്വീക്ക്, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ കാമാവും. ഓക്കെ, പിന്നെ ഡീപ് ബ്രെത്ത്സ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, കാര്യങ്ങൾ നന്നാവും. അപ്പൊ എനിക്ക് ഇതേപോലെ കൂടുതലും കോൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ അവര് പറഞ്ഞ് ബ്രോ ഇത്ര രൂപയ്ക്ക്, നമ്മളൊരു പ്രൈസ് പറയുമ്പോഴത്തേക്ക് ബ്രോ അത്ര രൂപ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വളരെ താഴ്ത്തി കൊണ്ടുപോയി നമുക്കൊരു ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ പുറകെ കുറെ കഷ്ടപ്പാടുണ്ട് നമ്മളെ, അല്ലെങ്കിൽ ഇപ്പം ഇത്രയും എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലൊരു 5 വർഷത്തെ കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഇത് ഇത്ര വെച്ചിട്ടാണ് നമ്മളൊരു പ്രൈസ് പറയാ, അതിനെ ഒരു ഡിമാൻഡ്ലെസ് ആക്കി കാണുക. അപ്പൊ അതിനെ എങ്ങനെ ഞാനതൊന്ന് ടീക്കേട്ടെങ്കിൽ, അതായത് ലൈക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു മെത്തേഡ്സ് വരുന്ന സമയത്ത് ഞാൻ പ്രോപ്പർലി കീപ്പ് ചെയ്യുന്ന സാധനം ഞാൻ എൻ്റെ ഡിമാൻഡ് അവിടെ കീപ്പ് ചെയ്യും. കാരണം ഞാൻ റിജക്ഷൻസ് കുറച്ചും കൂടി, അതായത് സിബ്രോ ഇതാണ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റില്ല ഓപ്പൺലി, കാരണം എനിക്ക് ആ പ്രൈസ് അഫോർഡബിൾ ആയാലും ഞാൻ ചെയ്യില്ല. കാരണം സെയിൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നെഗോസിയേഷൻസ് വരുന്നത് മൈൻഡ്ഫുള്ളി ഞാൻ അത്ര വില്ലിങ് ആയിരിക്കില്ല. അപ്പൊ അവർക്ക് എന്ത് ഫീൽ ചെയ്യും എന്നുള്ള ഒരു ഫീലിംഗ്സ് എൻ്റെ ഉള്ളത്. അതില് നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടോ എനിക്ക് അറിയാൻ പാടില്ല. ഇറ്റ്സ് നെഗറ്റീവ്, ഇറ്റ്സ് നെവർ നെഗറ്റീവ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിളിബ്രോ പറഞ്ഞതുപോലെ തന്നെ 5 വർഷം കൊണ്ടാണ് കിളിബ്രോ ഈ പറയുന്ന സ്കില്ലിലേക്ക് എത്തിയത്. ഇത് പിക്കാസോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഒരു കോട്ടാണ്. ഓക്കെ, അതായത് പിക്കാസോ പണ്ട് ലൈക്ക് ഒരാളെ വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അത് വളരെ പെട്ടെന്ന്, അതായത് 30 സെക്കൻഡ്സും ഉണ്ട്, ആ പറയുന്ന ഒരു പോർട്രേറ്റ് വരച്ച് തീർത്തു. ആ പോർട്രേറ്റിന് പറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം അപ്പുറത്തുള്ള ആള് പിക്കാസോട് ചോദിച്ച ചോദ്യം 30 സെക്കൻഡിൽ നിങ്ങൾ വരച്ച സാധനത്തിന് എന്തിനാ ഇത്രയും പൈസ ആണ്. അപ്പം പിക്കാസോ പറഞ്ഞ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടുക്ക് മീ 30 years ടു ഡ്രോ ദിസ് പോർട്രേറ്റ് ഇൻ 30 seconds. അതായത് ഈ പറയുന്ന അത് കിളിബ്രോ ഒരു ആസ് എൻ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, ഈ ജേണി ആണെങ്കിലും, ഇനി മ്യൂസീഷ്യൻസിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, ആർട്ടിസ്റ്റിന് ബേസിക്കലി ഏതൊരു ആർട്ടിസ്റ്റിനെ എടുത്തു കഴിഞ്ഞാലും അവർ പോയൊരു ജേണി, അതിനെക്കുറിച്ച് ആൾക്കാർ ബോധേഡ് ആവാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഈ നെഗോസിയേഷൻസ് വരുന്നത്. ബിക്കോസ് നമുക്ക് കസ്റ്റമേഴ്സിന് തന്നെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സെയിൽസിൽ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം ഈ പറയുന്ന കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ചീപ്പായിട്ട്, അതായത് ചീപ്പ് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേയിലല്ല, മൈൻഡ് പേഴ്സ്പെക്റ്റീവ് വൈസ് അവർ തിങ്ക് ചെയ്യുന്നത് അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാവും, അവരുടെ ബജറ്റിൽ എങ്ങനെ ഒരാളെ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. പ്യോർലി അവർ തിങ്ക് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് ആണ്. പക്ഷേ കിളിബ്രോ ഇത്രയും നാൾ വന്നൊരു എഫേർട്ടിൽ കിളിബ്രോയ്ക്ക് ഇന്ന എമൗണ്ട് കിട്ടുമ്പോഴാണ് കിളിബ്രോയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതെങ്കിൽ യു ക്യാൻ ഡിമാൻഡ് ഇറ്റ്. ബിക്കോസ് കിളിബ്രോയെ അപ്രോച്ച് ചെയ്ത ഒരാൾ വരികയാണ്, ആൻഡ് അതിൽ ഈ പറയുന്നത് പോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ സോറി ബ്രോ എൻ്റെ ബജറ്റ് ഇതാണ്, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. അത് ഇറ്റ്സ് എ ഡീസൻറ്റ് വേ. അത് പറയാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് മൈ ബജറ്റ്. ഇപ്പം സഫാൻ പറഞ്ഞ പോലെ തന്നെ പ്യോർലി ഡിമാൻഡഡ് ആയി സംസാരിക്കുക, ഇതാണ് എൻ്റെ ബജറ്റ്, ഇത് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ട്രാവൽ അലവൻസ് കാര്യങ്ങൾ, ഇതും നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് എൻ എഫേർട്ട്, റൈറ്റ്? നത്തിങ് ഈസ് ഫോർ ഫ്രീ ഇൻ ദിസ് വേൾഡ്. എന്ത് കാര്യമാണെങ്കിലും അതിനൊരു വേർത്ത് ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അത് നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പബ്ലിക് ഓഡിയൻസ്, ഇപ്പം നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരേ പ്രൊഡക്റ്റ്, അതായത് ഇപ്പം മേ ബി ഒരു ഓറഞ്ച്, ഓക്കെ, അത് റോഡ് സൈഡിൽ വാങ്ങുമ്പോൾ കിലോയ്ക്ക് 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിട്ടുമെന്ന് ആൾക്കാർ ആലോചിക്കും. അതേ സമയത്ത് ഇഫ് അതൊരു മോളിലാണ് സെല് ചെയ്യുന്നതെങ്കിൽ കിലോയ്ക്ക് 150 രൂപ എന്ന് പറഞ്ഞാലും ഒരു നെഗോസിയേഷനും ഇല്ലാതെ ആൾക്കാർ വാങ്ങും. 149 രൂപ 9 പൈസ ആണെന്നല്ലോ, നമ്മൾ 50 പൈസ കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങും. നമ്മുടെ കവറിന്റെ പൈസ ഒരു 7 രൂപ എക്സ്ട്രാ. എക്സാക്ട്ലി, അതാണ് ലൈക്ക് ഈ പറയുന്ന പൊസിഷൻ മാറുമ്പോൾ ലൈക്ക് നമ്മൾ എവിടെയാണ് നമ്മളെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ഇതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ലൈക്ക് വാല്യൂ. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഓറഞ്ചിനെ ഇവിടെ പ്ലേസ് ചെയ്തതിന് പകരം നമ്മളൊരു മോളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ, ഇഫ് നമ്മുടെ ടാലന്റിനെ അല്ലെങ്കിൽ നമ്മളെ സെല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസേഴ്സ് വരുന്നിടത്ത് ഇഫ് വി ആർ അപ്രോച്ചിങ് ദ റോങ് ക്രൗഡ്, അവരൊരിക്കലും നമുക്ക് കറക്റ്റ് വാല്യൂ തരില്ല. പക്ഷെ നമ്മൾ അതിനെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് വാല്യൂ. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഒരു സ്റ്റോറി ഉണ്ട്, ഓക്കെ, അത് ഒരു വാച്ചിൻ്റെയാണ്. ഓക്കെ, അതായത് ഒരു ഗ്രാൻഡ് ഫാദർ മരിക്കാൻ കിടക്കുകയാണ്, ഓൺ ഹിസ് ഡെത്ത് ബെഡ്. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടിയെ എന്തോ സംസാരിച്ച സമയത്ത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നിനക്ക് ഈ വാച്ച് നീ എടുത്തു എന്ന് പറഞ്ഞു. ഒരു പഴയ വാച്ച്. ഈ വാച്ച് ഈ കുട്ടി നേരെ കൊണ്ടുപോയിട്ട് ആദ്യം അവൻ്റെ ഫ്രണ്ടിനെ എടുത്ത് കൊണ്ടുപോയപ്പോൾ എനിക്ക് പൈസ ഒന്നും തരാൻ പറ്റില്ല, നീ വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊന്നും ഞാൻ എടുത്തോളാം ഈ സാധനം.
അപ്പോൾ നേരെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. അപ്പം നീ വേറൊരു അടുത്ത് പോയി നോക്കുന്നു. അങ്ങനെ ഇവൻ വേറൊരു വാച്ചിൻ്റെ ഷോപ്പിൽ പോയി, ഇങ്ങനെ പലയിടത്തും പോയി. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒരു 10 രൂപ 20 രൂപ 50 രൂപ 100 രൂപയൊക്കെ പറയുന്നുള്ളൂ. ആൻഡ് അവസാനം ഇവൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു നീ ഒരു മ്യൂസിയത്തിൽ പോയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് എൻ ആൻറ്റിക് പീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം ലൈക്ക് 2 കോടി രൂപ എന്തോ വാല്യൂ പറഞ്ഞു. ഇതൊരു സ്റ്റോറി ആട്ടോ, ശരിക്കും നടന്നാണെന്ന് എനിക്കറിയില്ല. 2 കോടിക്ക് മുകളിൽ വാല്യൂ പറഞ്ഞു. അപ്പം ഈ കുട്ടി അത് അത്ഭുതപ്പെട്ടു. അപ്പം ഇത് തിരിച്ചു വന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞ സമയത്ത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞൊരു സാധനം ഇതാണ്: ഒറ്റ കാര്യം നീ ഇതൊന്ന് മനസ്സിലാക്കുക, നീ നിന്നെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നിനക്ക് കിട്ടുന്ന വാല്യൂ. അത് നിനക്ക് എവിടെ വേണം എന്നുള്ളത് നിന്റെ ചോയ്സാണ്. ഓക്കെ, നീ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണോ അവിടെ വേണം നീ നിന്നെ പ്ലേസ് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോഴാണ് നിനക്ക് വേണ്ട വാല്യൂ കിട്ടുക. ഇപ്പോൾ കിളിബ്രോ പറഞ്ഞ പോലെ യു ഹാവ് എ വർത്ത്. ഓക്കെ, 5 വർഷം കൊണ്ട് കിളിബ്രോ അച്ചീവ് ചെയ്ത ജേർണി എന്ന് പറയുന്ന എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് സ്മോൾ. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അങ്ങനെ പറ്റുന്നതായിരുന്നെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യാമായിരുന്നു അല്ലേ? അപ്പം ഇതുപോലെ ഇതിനും ബെറ്റർ ആയിട്ട് ആൾക്കാർ ചെയ്യുക എന്നുള്ളതാണ് കിളിബ്രോ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോഴും മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നാണ് കിളിബ്രോ ചിന്തിക്കുന്നത്. അപ്പം അത് അങ്ങനെ ചിന്തിക്കുന്ന, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ നെഗോസിയേഷൻ്റെ ആവശ്യം വരില്ല. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ജസ്റ്റ് ലുക്ക് ഇൻ ടു എ റിലേഷൻഷിപ്പ്, അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. എനിക്കൊന്ന് 1-2 റിജക്ഷൻസ് കിട്ടിയാൽ തന്നെ ലൈക്ക് നമ്മൾ ഡിമാൻഡ് പ്ലേസ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഓക്കെ ആവും, നമ്മൾ ഓക്കെ ആവും, ക്ലയൻസ് ഓക്കെ ആവും. അതാണ് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. റിജക്ഷൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര മടിയ ആൾക്കാർക്ക്. നമുക്ക് നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്കൊരു നോ കിട്ടുന്ന അത്ര ഇഷ്ടമാണോ? അല്ല, നോ പറയാൻ നോ കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 1-2 പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ നമ്മൾ കംഫർട്ടബിൾ. അതെ, അതാണ് എക്സാക്ട്ലി. കാൻവയുടെ സ്റ്റോറി അറിയോ? കാൻവ എന്ന് പറയുന്ന കമ്പനിയുടെ, നമ്മൾ കാൻവ യൂസ് ചെയ്യാറില്ലേ? കാൻവയുടെ സിഇഒ ആള് ഈ പറയുന്ന കാൻവയുടെ ഐഡിയയും കൊണ്ട് ഏകദേശം പോട്ടെ, ഞാൻ കാൻവയുടെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങളുടെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, കാൻവയെ പോലെ ഒരു ഐഡിയ ഉണ്ട്. ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് ബജറ്റ് കിട്ടുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫണ്ട് കിട്ടുക. അപ്പം ഏകദേശം എത്ര റിജക്ഷൻ വരെ നിങ്ങൾ പോകും? പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു 4-5. കിളിബ്രോ എത്രയോ? 4-5-6. കാൻവയുടെ സിഇഒ എത്ര പേരുടെ അടുത്ത് പോയിട്ടുണ്ടാവുന്ന ഗസ് ചെയ്യാവോ റാൻഡംലി? കാൻവ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി. ഇന്ന് കാൻവ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആർ ലൈക്ക് വേ ഹെഡ്. നമുക്ക് ചിന്തിക്കാൻ പോലും അപ്പുറത്തേക്ക് ശരിക്കും ആഡ്. അതാണ് വളരെ ഈ പറയുന്ന പോലെ ഒരു ആഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഷോർട്ട് ഫിലിം കാണുന്ന ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അത്ര അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഒരു കമ്പനി ഇനീഷ്യൽ സ്റ്റേജസിൽ സംഭവം പറഞ്ഞ പോലെ തന്നെ റാൻഡം ഗസ് ആയിരുന്നു, എന്നാലും 100ഓളം VCs റിജക്ട് ചെയ്തതാണ്. 100 പേരുടെ റിജക്ഷൻ കിട്ടിയതിന് ശേഷം അതാണ്. അതായത് ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കറിയാം ഈ ഐഡിയ വർക്ക്ഔട്ട് ആവുന്നു. അതിൽ വളരെ സ്ട്രോങ്ലി ബിലീവ് ചെയ്ത് ഡിറ്റർമിൻഡ് ആയിട്ട് ഇത്രയും പേരുടെ അടുത്ത് പോയി. അതാണ് ആൾ ചെയ്ത ഡിഫറൻസ്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് ലൈക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് ആട്ടോ. കാരണം ഒരു ദിവസം ഞാൻ വീട്ടിലേക്കുന്ന സമയത്ത് ലൈക്ക് ഞാൻ ലേറ്റ് നൈറ്റ് ഒരു 3 o'clock 4 o'clockനൊക്കെയാണ് സാധാരണ ഞാൻ വീട്ടിൽ കയറിയത് യൂഷ്വലി. അപ്പോൾ ഒരു ദിവസം എനിക്ക് വീട്ടിൽ ഡോർ തുറന്നില്ല. ഉമ്മ ഭയങ്കര ദേഷ്യം പിടിച്ചു, എനിക്ക് ഡോർ തുറന്നില്ല. ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുക. അതായത് എനിക്ക് തോന്നുന്ന ഒരു 100-150 തവണ ഞാൻ തട്ടി. എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാരത്തെ ഡോർ വന്നിട്ട് എന്നോട് ഈ എന്തിനാ ഇത്ര പ്രാവശ്യം തട്ടണ? 2-3 പ്രാവശ്യം തട്ടിയിട്ട് ഞങ്ങൾക്ക് പിന്നെ നിർത്തിക്കൂടെ? ഞാൻ പറഞ്ഞു എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തട്ടലല്ല, തുറക്കലാണ്. അതിനെ ഞാൻ കൗണ്ട് വെച്ചില്ല. കാരണം എന്റെ ഉദ്ദേശം അതാണ്, തുറക്കാന്നുള്ളത് ആവശ്യം അതാണ്. അതായത് സഫാനെ സംബന്ധിച്ച് ആ പോയിന്റിൽ അകത്ത് കയറി പറ്റും, വീട്ടിൽ പുറത്തിറക്കാൻ പറ്റില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം അതിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം എഫേർട്സ് എടുക്കും. ഇപ്പം നമ്മളൊരു കാര്യത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ റിജക്ഷൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന അപ്പുറത്ത് പറയുന്ന ആള് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ നോലൊന്ന് സ്റ്റക്കായി പോകുന്നത്. നമുക്ക് 100% ഉറപ്പാണ് ഇത് ദിസ് ഈസ് വർക്കിംഗ് എന്നാണെങ്കിൽ 1000 പേരല്ല 2000 പേര് നോ പറഞ്ഞാൽ നമുക്കത് ശരിയാ. പിന്നെ ശരി തെറ്റെന്ന് പറയുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് അല്ലേ. എന്റെ ശരി നിങ്ങളുടെ തെറ്റാവാം, അത് അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ റിജക്ഷൻ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടാവരുത്. റിജക്ഷൻ കൊടുക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാവരുത്. നോ പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. പിന്നെ റിജക്ഷൻ കിട്ടാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. കാരണം ഞാൻ പണ്ട് കേൾക്കേണ്ടത് ഈ പല റിലേഷൻഷിപ്സും പറയാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊന്നാമത് പേടി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു എന്ത് വിചാരിക്കും, റിജക്ഷൻസ് പേടി, ഇത് ഭയങ്കര പ്രശ്നം. ഈവൻ എൻ്റെ ലൈഫിൽ ഇത് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും. അപ്പം അതങ്ങനെയാണ് നമ്മൾ റിജക്ഷൻസ് കിട്ടി പിന്നെ ലൈക്ക് ഇപ്പം സീൽസ് സംബന്ധിച്ചിടത്തോളം സീൽസിൽ റിജക്ഷൻസ് കിട്ടുമ്പോൾ നമ്മളിപ്പം ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്. ഓക്കെ, റിജക്ഷൻസ് കിട്ടും, ഓക്കെ എക്സ്പെക്ട് ചെയ്യുക. അതാണ് റിജക്ഷൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ലൈക്ക് എനിക്ക് സെയിൽസിൽ വന്ന എനിക്കുണ്ടായി ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും ഓക്കെ ആയി, കംഫർട്ടബിൾ ആയി. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓക്കെ
കുഴപ്പമില്ല മൂവ് ചെയ്യാം ആ ഒരു സാധനം ഉണ്ടല്ലോ. അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആകും, പെട്ടെന്ന് ലൈക്ക് എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ഒക്കെ കൂടുതലായിരുന്നു. അപ്പം ലൈക്ക് സ്റ്റേജിൽ വന്നിട്ട് റിജക്ഷൻസ് കിട്ടി, പരിപാടി ആൾക്കാരോട് സംസാരിച്ചു, പിന്നെ ഓക്കെ കുഴപ്പമില്ല മൂവ് ചെയ്തോ. പിന്നെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാർ, അത് ഭയങ്കര ക്ലോസ് ആയ ആൾക്കാർ എനിക്ക് പെട്ടെന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇസ് കൈൻഡ് ഓഫ് പോയോ ഓക്കെ കുഴപ്പമില്ല അവർ ലൈക്ക് ആ ഒരു അല്ലാതെ റിയാലിറ്റി ഞാൻ അത് ശരിക്കും ലൈഫിൽ പലരും ഒരു ആഫ്റ്റർ എൻ ഏജ് പഠിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പോലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സിനിമയിൽ റാൻഡംലി ഞാൻ ഫുള്ള് കണ്ടില്ല, വി ലീവ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഓക്കെ, ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് മൂവി. കണ്ടത് വരെ എനിക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ പറയുന്ന ഒരു സാധനം ഉണ്ട്, നമുക്ക് നമ്മുടെ അവർക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഒരു പപ്പീനെ വാങ്ങിക്കൊടുക്കാം. അതായത് ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി അത് വളർന്ന് അവരുടെ കൂടെ അത് ജീവിച്ച് ഒരു 9 years 10 years ഒക്കെ ആയിരിക്കുമല്ലോ ഒരു പട്ടിയുടെ ഈ പറയുന്ന ടൈം എന്ന് പറയുന്നത്, ആയുസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടൈം കൊണ്ട് ഒരു പട്ടി മരിക്കുന്ന സമയത്ത്, അതായത് പട്ടി മരിച്ചു കഴിയുമ്പം ഈ അവരുടെ മകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെത്ത് അല്ലെങ്കിൽ ഒരാൾ ലൈഫിൽ നിന്ന് പോകുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ, അത് ഇനി ഫ്യൂച്ചറിൽ ഒരു ലൈഫ് പാർട്ട്ണറോ കാര്യങ്ങളോ അല്ലെങ്കിൽ പാരൻസ് പോകുമ്പോഴാണെങ്കിൽ എല്ലാവരും നോൺ ഈസ് പെർമനന്റ് ഇൻ അവർ ലൈഫ്. അത് എയ്തർ മരണമാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിട്ടുപോകുന്നതാവാം. അപ്പം ഇത് കംഫർട്ടബിൾ ആവുന്ന വൈഫ് റാൻഡംലി ഹസ്ബൻഡിനോട് പറയാം. അപ്പോൾ ഹസ്ബൻഡ് കോമഡി അപ്പം നീ എന്താ പറയുന്നത് പട്ടീനെ വാങ്ങിയിട്ട് കൊല്ലാനാണോ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതൊരു ഇതായിട്ട് പോകും. പക്ഷെ ഞാൻ ആലോചിച്ചു, ശരിക്കും ഈ പറയുന്നത് പോലെ മൃഗങ്ങളെ വളർത്തുന്നതിൻ്റെ ഒരു പേർപ്പസ് അതും കൂടെ ആയിരിക്കില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ യൂസ്ഡ് ആവില്ലേ? അതായത് നമ്മൾ അത്രത്തോളം നമ്മുടെ കൂടെപ്പിറപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാളാണെന്ന് കണ്ട് നമ്മുടെ കൂടെ തന്നെ വളർന്നു വന്നൊരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവി മരിച്ചു പോകുമ്പോൾ നമുക്ക് പ്യോർലി ഇതേ ഇമോഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പം ലൈഫിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വിഷമം എന്താണോ അതിന്റെ സിമിലർ ഇമോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവർക്കും ഒരേപോലെ അങ്ങനെ റിഫ്ലക്ട് ചെയ്തില്ലായിരിക്കും. അതെ, എക്സാക്ട്ലി. ചിലർക്ക് അതിങ്ങനെ കിട്ടി ജീവിതത്തിൽ എല്ലാരും പോവാ. അതാണ് ഈ ഒരു പ്രശ്നം വരും. സംസാരിച്ചത് ഇപ്പൊ ഈ റിജക്ഷൻ വരുമ്പോൾ അതിനെ 2 രീതിയിൽ എടുക്കാം. അതിനെ 2 അല്ല, പല രീതിയിൽ എടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പം ആർക്കും എന്നെ വേണ്ടതെന്നും ചിന്തിക്കാം, ഇല്ല അതായത് എനിക്ക് ഞാനുണ്ടെന്നും ചിന്തിക്കാം, ആരില്ലെങ്കിലും ഞാൻ മുന്നിലേക്ക് പോകുന്നുള്ള രീതിയിലും ചിന്തിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാവരും എന്നെ വിട്ടു പോകുന്നു ചിന്തിക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അപ്പം അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണക്ഷൻസ്, ഫ്രണ്ട്സ്, തെറാപ്പീസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ബിക്കോസ് മനുഷ്യനൊരു സോഷ്യൽ ബീയിങ് ആണ്. പക്ഷെ പലരും വരും പോകും, അതായത് അവരെവിടെയും പോകുന്നില്ല, എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ നല്ലൊരു ഓർമ്മയായിട്ട്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ കാണാനാണ് കുറച്ചും കൂടെ പേഴ്സണലി താല്പര്യം. ബിക്കോസ് ലൈഫിൽ വരുന്ന ഓരോരാളാണെങ്കിലും നമ്മൾ ജസ്റ്റ് കാണുന്ന ഒരാളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. നമുക്ക് കൂടെ അപ്പൊ ഉണ്ടായിരുന്ന ഒരാള് നല്ല മെമ്മറീസ്, നമ്മൾ ഇന്നലെ ഹാപ്പി ആയിരുന്നു. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകണം, നമ്മളവിടെ പോയപ്പോ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള പേഴ്സൺസ് നമുക്ക് എപ്പോഴും സ്റ്റേ ചെയ്യാൻ പറ്റത് എന്താ അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്? അതായത് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എക്സൈറ്റ്മെന്റ്സ് വേണം. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ആ റിലേഷൻഷിപ്സ് ബ്യൂട്ടിഫുൾ ആവുന്നത്. അത് തീരുന്നിടത്താണ് ശരിക്കും ഒരു മടുപ്പ് വരുന്നതോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വരുന്നതോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബിക്കോസ് മ്യൂച്വലി 2 സൈഡിൽ നിന്നും പുതിയതായിട്ട് പലതും എക്സ്പ്ലോർ ചെയ്യാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും തോന്നുന്നിടത്താണ് ഈവൻ ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് ആണെങ്കിലും സ്റ്റേ ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും എന്ന് പറയാറുണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും മടുക്കും. അതിന് വേണ്ടിയിട്ടാണ് പലരും ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ കണ്ടിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച വേറെ സ്ഥലത്തായിരിക്കും. ഗ്രാജുവലി പോയി വരിക എന്നുള്ളൊരു സാധനം. പക്ഷെ റിലേഷൻഷിപ്പ് നമുക്ക് അങ്ങനെ റാൻഡംലി മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ലൈക്ക് ഓപ്പൺ റിലേഷൻഷിപ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ളവർ ഓക്കെ ഫൈൻ. ഇനി അങ്ങനെയുള്ള ഒരു മോണോഗമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തുള്ള പാർട്ട്ണർക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, മേ ബി സർപ്രൈസിങ് ആയിരിക്കാം, മേ ബി ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, മേ ബി ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കാം, മേ ബി ഈ പറയുന്നത് പോലെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ഒരുമിച്ചുള്ളതായിരിക്കാം. എന്താ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിലേഷൻഷിപ്പിന്റെ ഹണിമൂൺ ഫേസ് കഴിഞ്ഞതിന് ശേഷം, എല്ലാ റിലേഷൻഷിപ്പിനും ഒരു ഹണിമൂൺ ഫേസ് ഉണ്ടല്ലോ, തുടക്കത്തിലുള്ള ഒരു അതൊന്ന് സെറ്റിൽ ആയതിനു ശേഷം ദേ ഷുഡ് ലിവ് ടുഗദർ. അതായത് ഒരുമിച്ച് താമസിക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്നിടത്തുനിന്നാണ് അത് ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കേട്ടോ, ദേ ഷുഡ് ഷെയർ എ റൂം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെറുപ്പം തൊട്ട് കൂടപ്പിറപ്പിനെ പോലെ കണ്ട ആൾക്കാരാണെങ്കിലും ഒരു റൂം ഷെയർ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉണ്ടാവും.
പല കാര്യങ്ങളിലും. ചിലപ്പം നമ്മള് അതാണ് ഞാൻ പറയാം, കാര്യത്തിൽ വരും അല്ലെ, അതിൽ വരെ വ്യത്യാസം ഉണ്ടാവും. അത് മേ ബി അപ്പുറത്തുള്ള ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷവും ഇഫ് യു ബോത്ത് ആർ കംഫർട്ടബിൾ, വലിയൊരു പോയിന്റ്. അത് ഞാൻ മനസ്സിലാക്കിയൊരു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷസാം ഇത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷസാം ഒരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലൈക്ക് ഷസാമിനെ ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള, ഇപ്പോഴും കാണാറുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ഫോളോയിങ് ആയിരുന്നു ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആള്. ബിക്കോസ് പീപ്പിൾ ഷുഡ് ലിവ് ടുഗദർ. അതായത് റിലേഷൻഷിപ്പോ വാട്ട് എവർ, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ദേ ഷുഡ് ഷെയർ എ റൂം. അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. മേ ബി നമ്മൾ വളരെ ആക്റ്റീവ്ലി കാണുന്ന ഒരാൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് റൂമിൽ മൂലയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ഇതൊക്കെ മനസ്സിലാവുന്ന സാർ. അങ്ങനെ ആയിട്ടും നമുക്ക് അവർ ഓക്കെ ആണെങ്കിൽ, ഇഫ് വി ആർ ചൂസിങ് ടു സ്റ്റേ വിത്ത് ദം, ദാറ്റ്സ് ഗോണ ലാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നല്ലോ, അത് ഭയങ്കര അടിപൊളിയാട്ടോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ദിവസം ഞാൻ റാൻഡംലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, അല്ലെങ്കിൽ നമുക്ക് കാണാം, മീറ്റ് ചെയ്യാൻ രീതിയിൽ സംസാരിച്ചു. അത് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിലുള്ള കുറച്ച് ആൾക്കാരിൽ പെട്ട ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് പുള്ളിയെ കണ്ടെത്തപ്പം തന്നെ ലൈക്ക് കുറേ കാലത്തിന് ശേഷം ഒരാളെ കാണുന്നു. എൻ്റെ പുള്ളിക്കാരത്തി ഇങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ച് കുറേ ചിരിച്ചു. എന്നിട്ട് പുള്ളിക്കാരത്തിനോട് പറയാം, ഞാൻ കുറേ നാളെ ഇങ്ങനെ ചിരിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് ലൈക്ക് അത് സാധനമല്ലോ, അത് ഭയങ്കര രസമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സാധനമല്ലോ. സഫാൻ ഈ പറഞ്ഞ കാര്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് അത് എന്നിലും ഉണ്ടായിട്ടുണ്ട്, എന്നോടുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, രണ്ട് രീതിയിലും സംഭവിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എങ്ങനെ അവരെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പുറത്തുള്ള ഒരു വ്യക്തിയുടെ ഇമോഷൻസ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നമ്മുടെ കൺട്രോളിലുള്ളൂ. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഹീസ് ലൈക്ക്, ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ് അവന്. അത് അവൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, അവനുണ്ടെങ്കിൽ അവൻ എന്നെ വിളിക്കും. അപ്പൊ അവൻ ഒന്ന് വന്ന് തിരിച്ച് ദുബായിക്ക് പോവാണ്. ആൻഡ് അവൻ എന്നെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവനെ കാണാൻ വേണ്ടി ഞാൻ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ അവിടെ എത്തി. അതായത് ഞാൻ അവനെ വിളിച്ച് ഫോൺ വെച്ചോണ്ട് അന്ന് ഐ വാസ് എ ലിറ്റിൽ ലോ, ലൈക്ക് ഫീലിംഗ് ലിറ്റിൽ ലോ. ഞാൻ ഫോൺ വിളിച്ച് വെച്ചു. അത് 1.5 വർഷത്തിന് ശേഷം ഒന്നാണ് ഞങ്ങൾ കോൾ ത്രൂ കണക്ട് ചെയ്യണം. വിളിച്ച് വെച്ച ഉടനെ അവൻ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ്, നീ ഓക്കെ അല്ലേന്ന് ചോദിച്ചു. ലൈക്ക് അത്രയും നാൾ കഴിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാൻ ആൾക്ക് പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ടാണെങ്കിലും അവിടെ നാട്ടിൽ തെയ്യം നടക്കുന്ന സമയം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ തെയ്യം കണ്ടു വന്ന് നല്ല ഉറങ്ങാം. അപ്പോൾ ഞാൻ അവിടെ അവൻ്റെ വീട്ടിൽ പോയി, അവിടെ ലൈക്ക് നോർമലി എൻ്റെ വീട്ടിൽ പോകുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ പോയി ഞാൻ എൻ്റെ ലാപ്പ് എടുത്ത് ഒരു പടമൊക്കെ കണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ എഴുന്നേറ്റപ്പോഴത്തേക്കിന് എനിക്ക് ട്രെയിനിൻ്റെ ടൈമായി, ഞാൻ തിരിച്ചു വന്നു. ഇനി അവനെ ഞാൻ കാണുന്നത് മേ ബി 1 വർഷത്തിന് ശേഷമായിരിക്കും, പക്ഷേ സ്റ്റിൽ ദാറ്റ്സ് ദെയർ. അപ്പം ഇതാണ്, ചില മനുഷ്യന്മാരങ്ങനെയാണ്, നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലര് ഈ പറയുന്നത് പോലെ ഭയങ്കര മിറാക്കിൾസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. മേ ബി നമുക്ക് അത്രയും ഒരു ഫീലിങ്സ് ഇല്ലാത്ത ഒരാൾക്ക്. എക്സാക്ട്ലി. അങ്ങനെയും എനിക്കിപ്പം ഓരോരാളുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്താലും അവര് നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കും. എക്സാക്ട്ലി, അതാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്ന കാര്യങ്ങള്, ലൈക്ക് റിലേഷൻഷിപ്പ് സംസാരിച്ചു, അതുപോലെ തന്നെ നമ്മുടെ സെയിൽസിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ബാക്ക് ഒന്ന് നമ്മളൊന്ന് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് നമുക്കൊരു കാര്യം കൂടി സംസാരിച്ചിട്ട് നമുക്കിത് വൈൻഡ് അപ്പ്, ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ലൈക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു കാര്യം സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ ഈ മേഖല അറൗണ്ട് ഒരു 4 years ആയിട്ട് ഞാൻ ഇതിന്റെ പ്രോപ്പർ ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ലൈക്ക് എനിക്ക് എൻ്റെ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എനിക്കൊരു റാൻഡംലി ഒരു 5 years ആയിട്ട് 5 yearsന് മുമ്പ് ഒരു ലൈക്ക് എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാൾ എന്നെ വിളിച്ചു. റാൻഡംലി ഇങ്ങനെ സംസാരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരുപാട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംസാരങ്ങൾ. ഒരു അറൗണ്ട് ഒരു 1 hour ഞങ്ങൾ സംസാരിച്ചു. പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയും, എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ പുള്ളി എന്നോട് സംസാരിച്ചു. ഞാൻ അടിപൊളി, കാരണം ഞാൻ പുള്ളിയോട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം. കാരണം എന്നോട് എപ്പോഴും ആൾക്കാർ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യണടാ, അതായത് ഇന്നത്തെ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യുക, നാളത്തെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യണം. ഇതാണ് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഓരോ ആൾക്കാർ എന്നോട് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരനെ സംസാരിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഓക്കെ ഫൈൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ കറന്റ് നമ്മളെ സാലറി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര റാൻഡംലി സംസാരിച്ചു വന്ന സമയത്ത് പുള്ളിക്ക് അറൗണ്ട് ഒരു 1.6, എൻ്റെ അറിവിൽ ഒരു 1.6 ആയിരുന്നു പുള്ളിയുടെ ഒരു ലൈക്ക് ഒരു മന്ത്ലി ഏണിങ്സ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രേറ്റ്, സാലറി ഉണ്ട്, ഗ്രേറ്റ്, അടിപൊളിയാണ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസം ഒരു 5000 രൂപ. ഞാൻ പറഞ്ഞു നമുക്കൊരു ജസ്റ്റ് ഒരു 5000 10,000 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കാം, 10,000 ഒക്കെ വേണോ? 1 ലക്ഷം രൂപ സാലറി അല്ല, നമുക്ക് ബേസിക് അല്ലേ. അപ്പം പുള്ളി പറഞ്ഞു 1.6 ഉണ്ട്, പക്ഷേ എനിക്ക് മന്ത് എൻഡിലോട്ട് വരും, ഞാൻ ഒരു ലൈക്ക് ഒരു 10 മാസത്തിൽ ഒരു 12 മാസത്തിൽ 10 മാസം ഞാൻ മന്ത് എൻഡിലോട്ട് വരും 0.6 ഞാൻ ആൾക്കാരുടെ കടം വാങ്ങാൻ. ഐ വാസ് ലൈക്ക്, ഞാൻ കുറച്ചൊന്നും സ്റ്റക്കാ, ഞങ്ങൾക്ക് പുള്ളി പിന്നൊന്നും സംസാരിക്കാനില്ല. ഓക്കെ, അപ്പം
അങ്ങനെയുള്ള അത് വലിയൊരു ബുദ്ധിമുട്ടാട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ലൈക്ക് എങ്ങനെയാണ് സാലറി മാനേജ് ചെയ്യേണ്ടതെന്ന് വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഒരു 10 രൂപ ഒരു കുട്ടി എങ്ങനെ മാനേജ് ചെയ്യേണ്ടത് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി അറിയണം. കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ സാലറി അത് എങ്ങനെ മാനേജ് ചെയ്യണം. ഇന്ന് 10,000 വാങ്ങുന്ന ഒരാള് ഏകദേശം 20,000 വെച്ചിട്ട് അത് ആഘോഷിക്കുകയാണ്. എനിക്ക് ജോലി കിട്ടി, എനിക്ക് ആദ്യത്തെ സാലറി കിട്ടി എന്ന് പറഞ്ഞ ഒരു 20,000 30,000 വെച്ച് ആഘോഷിക്കുകയാണ്. ഓക്കെ, ഈവൻ ഇപ്പൊ എന്റെ കോൺടാക്ട് ലിസ്റ്റിലും മന്ദന്റെ ആകുമ്പോഴത്തേക്ക് എത്ര പേരാണ് എന്റെ സാലറി എല്ലാവർക്കും വിധിച്ചു കൊടുക്കുന്നതിനെക്കാളും ചോദിക്കണം. ആർക്കൊക്കെ കൊടുക്കും, എല്ലാരും ക്ലോസ് ആയിരിക്കും, എല്ലാവർക്കും എങ്ങനെ കൊടുക്കുക. നല്ലൊരു ഫാക്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് ഇപ്പം ചോദിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ സാഹചര്യം അങ്ങനെയാണ് അവരെ എത്തിക്കുന്നത്. ബിക്കോസ് എക്സ്പെൻസസ് അത്രയും കൂടുതലാണ്, അതിനനുസരിച്ച് ഫൈനാൻഷ്യലി ഒരു പ്ലാൻ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അസറ്റ്സ് എന്താണ് ലയബിലിറ്റീസ് എന്താണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ വാങ്ങി വെക്കുന്നത് ഒരു ലയബിലിറ്റി ആണോ അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഉണ്ട്. അപ്പം പലരും ഫോണിനെ ഒരു അസറ്റ് ആയിട്ട് കാണുന്നതാണ്. അത് 2 വർഷം 3 വർഷത്തിനപ്പുറത്തേക്ക് ഏത് ഫോണാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ഏത് ഫോണാണ് എന്ത് വാല്യൂ ഉള്ള. എക്സാക്ട്ലി. നമ്മള് ഇപ്പം ഒരു ഏറ്റവും പുതിയ ഐഫോൺ, നമ്മൾ ലീഡിംഗ് ബ്രാൻഡ് ആയിട്ടുള്ള ഐഫോൺ ആപ്പിളിനെ തന്നെ പറയാം, ഇനി വേണമെങ്കിൽ സാംസങ്ങിനെ എടുക്കാം. ഈ പറയുന്ന പോലെ തന്നെ iPhone 16 ഇപ്പൊ ഇറങ്ങി, ഈ വർഷം 1.5 ലക്ഷം 2 ലക്ഷം കൊടുത്ത ഒരാൾ വാങ്ങി, അടുത്ത വർഷം ഇതിന്റെ വാല്യൂ എന്താ? നേരെ പാതി. എക്സാക്ട്ലി, അതാണ്. ലൈക്ക് എല്ലാ വർഷവും ആൾക്കാർ പുതിയൊരു ഐഫോൺ ലോഞ്ച് ആകുമ്പോൾ വാങ്ങാൻ പോകുന്ന തൊട്ട് താഴത്തെ ഫോണാണ്. അപ്പം ഇതിനാണ് മാർക്കറ്റിൽ വാല്യൂ കൂടുന്നത്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ പകുതിക്ക് കിട്ടുന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് പെട്ടെന്ന് 1 ലക്ഷം രൂപ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ ഒരാളുടെ റേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതിന് അത്രയൊക്കെ പൈസ വേണം. പക്ഷെ ഒരു ഫോൺ വാങ്ങാൻ 1.5 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ ഓക്കെയാ. ഈ ഫോണിന്റെ കേസ് പറഞ്ഞ സമയത്ത് ഇതിലും എനിക്ക് ഒരുപാട് റിലേറ്റബിൾ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. കാരണം ഇപ്പൊ കല്യാണത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കല്യാണം പരിപാടിയിൽ. ഇപ്പം നമ്മളെ അംബാനിന്റെ കല്യാണം ഞാൻ സമയത്ത് ആ വീഡിയോ ഒക്കെ സമയത്ത് എനിക്ക് ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് മെസ്സേജ് ഉണ്ടാവും, അത് ഭയങ്കര ആർഭാടം തന്നെയല്ലേ പറയണവരൊക്കെ കണ്ടിട്ട്. ലൈക്ക് അതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എന്റെ ഒരു ഫ്രണ്ട് ലൈക്ക് റീസെന്റ് കല്യാണം, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കല്യാണത്തിന് അറൗണ്ട് ഒരു 15 to 20 ഇൻ ബിറ്റ്വീൻ ആ ഒരു ലാക്സിന്റെ അടുത്ത് പുള്ളി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിയുടെ എൻഗേജ്മെന്റ് തൊട്ട് പുള്ളി എന്നോട് കണക്ക് പറഞ്ഞോ 20 lakhs പുള്ളി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സാലറി എത്രയാണെന്ന് അറിയോ? എത്ര ഒന്ന് ഗസ് ചെയ്താ? 50+. എത്ര ഒന്ന് ഗസ് ചെയ്ത്? ജസ്റ്റ് റാൻഡം ഒരു 1 lakh ഒക്കെ വരണം. 25,000 ആണ് പുള്ളിയുടെ സാലറി. 25,000 രൂപ സാലറി സ്പെൻഡ് ചെയ്താണ്. അതായത് 2 ദിവസം പരിപാടി. അതായത് ആക്ച്വലി ആളുടെ സാലറിയുടെ 10 അല്ല 100 ഇരട്ടിയാണ് ആള് കല്യാണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് പുള്ളിക്കാരുടെ ലൈക്ക് കല്യാണത്തിന്റെ സമയത്ത് എൻഗേജ്മെന്റ് ഞങ്ങൾ നാട്ടിലൊരു ചടങ്ങ്. അതായത് അതിൽ എൻഗേജ്മെന്റിന്റെ സമയത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു ഭയങ്കര ചടങ്ങാണ്. അതിന് ഭയങ്കര ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും, എന്താണ് ഗിഫ്റ്റ് ചെയ്തെന്നുള്ള കാര്യം. പുള്ളി ആ സമയത്ത് ഇറങ്ങിയത് ഐ തിങ്ക് 15 Pro ആണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത് ആ സമയത്ത് ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ 15 Pro ഗിഫ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു എത്ര ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ഡൗൺ പേയ്മെന്റ് കൊടുത്തില്ല, മാസം എനിക്ക് തോന്നുന്ന ഒരു 6,000 rupees പുള്ളി അതിനുവേണ്ടി മാത്രം EMI ഇടുന്നുണ്ട്. അതായത് ഈ പറയുന്ന 20 lakh ലയബിലിറ്റിക്ക് കൂടെ ഒരു 6,000 മന്ത്ലി. അപ്പം ഇതെങ്ങനെ ആൾക്കാർ, ഞാനിപ്പോഴും ഷോക്ക്ഡ് ആണ് പുള്ളി ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്. കാരണം പുള്ളിക്ക് ഒരാളും കൂടി ഒരുമിച്ച് വരികയാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ മൈൻഡിലുള്ള തോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇറ്റ്സ് വൺസ് ഇൻ എ ലൈഫ് ടൈം, അത് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ അതാണ് ലൈഫ് എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. ഈ ലൈഫ് മൊത്തം അങ്ങനെ. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറയുന്ന ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ് കൃത്യമായിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അത് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് അവർക്ക് കിട്ടുന്ന അസറ്റ്സ് അല്ലെ, അത് മോണിറ്ററി ടേംസിൽ മാത്രമല്ല കേട്ടോ, ഈവൻ ഇൻ റിലേഷൻഷിപ്സ്. ഈ പറയുന്നത് പോലെ ഒരാളുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ റിലേഷൻഷിപ്പ്. അയാൾക്ക് എന്താണോ വേണ്ട, പാർട്ട്ണർക്ക് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മ്യൂച്വലി നേർച്ചർ ചെയ്യുന്നതാണ്. ഇവിടെ പാർട്ട്ണറിന്റെ കാര്യം പറയുമ്പോൾ അത് മറ്റേത് കേൾക്കാത്തവർക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എനി ഏരിയ ഇൻ ലൈഫ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മൾ റൈറ്റ് പോയിന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആർ വി ഇൻവെസ്റ്റിംഗ് ഇൻ ആൻ അസറ്റ് ഓർ എൻ ലയബിലിറ്റി? ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ചുറ്റും വേണ്ടത്. അങ്ങനെ ആവുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. എല്ലാവരും ഭയങ്കരമായിട്ട് ലൈക്ക് ഇന്നത്തെ ലൈഫും ജീവിക്കും, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും അവര് കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു സാധനം ആകുമ്പോൾ ഇവിടുന്ന് ഒരാളും പുറത്തു പോകേണ്ടിയില്ല. അത് വേറെ വലിയൊരു ടോപ്പിക്കാണ്, അത് വരും എപ്പിസോഡുകളിൽ നമുക്ക് സംസാരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു എന്നോട്ടിൽ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ച കേസ് സെയിൽസിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു, ഇൻവെസ്റ്റ്മെന്റ്സ്, ടെക് സംസാരിച്ചു, അതുപോലെ റിലേഷൻഷിപ്സിനെ കുറിച്ച് മെയിൻലി നമ്മൾ സംസാരിച്ച റിജക്ഷൻസ് കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവാം. ഇനി ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ ഐ തിങ്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റൈറ്റ് ഏരിയാസ്, അത് ലയബിലിറ്റീസ് ആണോ അസറ്റ്സ് ആണോ വാട്ട് എവർ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമ്മുടെ ഇമോഷൻസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും വാട്ട് എവർ, ഹെൽത്ത് ആണെങ്കിൽ പോലും
എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് discuss പഠിക്കാം, ചെയ്യാം. കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് us signing off. Okay, thank you guys, and don't forget to check out Spotify. Okay, ഒരുപാട് കാര്യങ്ങൾ മിസ് ആയിട്ടുണ്ട്. Okay, and thank you guys. Bye guys, bye bye.